ഇപ്പോൾ സ്റ്റീഫൻ ജോർജ് കേരള കോൺഗ്രസ് മാണി നേതാവ് സ്റ്റീഫൻ ജോർജ് ഇപ്പോൾ ഒരു വലിയ ആഗ്രഹം UDFന് വന്നിരിക്കുകയാണ്. കേരള കോൺഗ്രസ് മാണി UDFിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്നൊരു തോന്നൽ അവർക്കുണ്ടാകുന്നു. ഏതോ ചില VD സതീശനടക്കമുള്ളവർ അത്തരം ഒരു ആലോചന ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഏതോ ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു മോഹം വന്നിട്ടുണ്ട്. അതിനുള്ള വളരെ ശക്തമായൊരു മറുപടി ഇന്ന് പ്രതിച്ഛായ നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? അല്ല, ഇത് എനിക്ക് തോന്നുന്നു UDFന്റെ ഒരു തകർച്ചയുടെ ഭാഗമായി അവർക്കുണ്ടാകുന്ന ഒരു വേദന, ഒരു പ്രിക്ക് ഓഫ് കോൺഷ്യസ് എന്ന് അതിനെ ഞാൻ വിളിക്കും. അതായത് ഈ കോൺഗ്രസിൽ നിന്ന് കേരള കോൺഗ്രസിനെ പുറത്താക്കിയാൽ ഒന്നും സംഭവിക്കില്ല എന്ന ഒരു ധാരണ ഏതാനും കോൺഗ്രസുകാർക്ക് അങ്ങനെ പറയാൻ കഴിയും. ചില നേതാക്കൾക്ക് അങ്ങനെ ഞങ്ങളെ പുറത്താക്കണമെന്നില്ലായിരുന്നു. പക്ഷേ ചില ആളുകൾക്ക്, അതായത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള കോൺഗ്രസ് UDFിൽ നിൽക്കുന്നത് പല കോൺഗ്രസിന്റെ നേതാക്കൾക്കും മത്സരിക്കാൻ അവസരം കിട്ടുന്നില്ല എന്നുള്ള ധാരണയിലും എല്ലാം അങ്ങനെ മനഃപൂർവ്വം ബോധപൂർവമായ ചില ശ്രമങ്ങൾ നടത്തി കേരള കോൺഗ്രസിനെ തുരത്തി പുറത്താക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു നിഗൂഢ ശ്രമത്തിന്റെ ഭാഗമാണ് UDFിൽ നിന്ന് കേരള കോൺഗ്രസിനെ പുറത്താക്കിയത്. ഇപ്പോഴും അവരുടെ പ്രചരണം കേരള കോൺഗ്രസ് പോയതാണെന്നാണ്. സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് കോൺഗ്രസ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം അവർക്ക് മനസ്സിലായി, ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ ഇവിടെയുള്ള ആളുകളെയും അണികളെയും എല്ലാം കണ്ടപ്പോൾ അണികളവിടെ മുഖത്ത് നോക്കി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കേരള കോൺഗ്രസിനെ വിട്ടത് എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും ഒരു ജനസ്വാധീനമുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ, അണികളുള്ളൊരു പാർട്ടി എന്ന നിലയിൽ അണികൾ ആ പാർട്ടി പുറത്തുവിടുകയും വേറൊരു കഷ്ണത്തെ കൂടെ നിർത്തുകയും ചെയ്തത് തെറ്റായിപ്പോയില്ല എന്നുള്ള അണികളുടെ ആ ചോദ്യത്തിന് ഉത്തരമായി അതിന് മറുപടി വിശദീകരണമായിട്ടാണ് കേരള കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യമില്ലാതെ ഒരു നിഴൽ യുദ്ധത്തിന് തയ്യാറായത്. അതായത് നമ്മളെ ബോധപൂർവ്വം പുറത്താക്കി, അവർക്ക് കുറച്ച് നേതാക്കന്മാർക്ക് മത്സരിക്കാം. അതിനുശേഷം കേരള കോൺഗ്രസ് പോയെന്ന് പറഞ്ഞ് പ്രചരണം മുഴുവൻ ലോകം മുഴുവൻ നടത്തുക അവരുടെ മാധ്യമങ്ങളെല്ലാം. അപ്പൊ അതുകൊണ്ട് അവരുടെ അണികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ള ഒരു മുഖപ്രസംഗമായി ഞാൻ ഈ വീക്ഷണം പത്രത്തിന്റെ മുഖപ്രസംഗത്തെ കാണുകയാണ്. അതിന് നമുക്ക് മറുപടി പറയാതിരിക്കാൻ പറ്റുമോ? ചതി ചെയ്യുന്നത് നമ്മളോടല്ലേ? കട്ടപ്പ പിന്നിൽ നിന്ന് കുത്തിയ പോലെ പിന്നിൽ നിന്ന് കുത്തിയത് കോൺഗ്രസ് അല്ലേ? കേരള കോൺഗ്രസ് എമ്മിനെയും മാണി സാറ് ചളക്കുന്നിലെ ക്യാമ്പിൽ വെച്ച് വേദനയോടെ പറഞ്ഞല്ലേ UDF വിടുന്നത്? എന്താ പറഞ്ഞേ? ഒരു സ്നേഹം വേണ്ടേ ഒരു കുടുംബമായാൽ? ഒരു പരസ്പര സഹകരണം വേണ്ടേ? ഒരു ധാരണ വേണ്ടേ? ഒരു മാന്യതയും മര്യാദയും വേണ്ടേ? ഇതില്ലാതെ എങ്ങനെ നിൽക്കാൻ കഴിയുമെന്ന് എത്രയോ മാന്യമായ ഭാഷയിൽ ഹൃദയസ്പൃക്കായി സംസാരിച്ചുകൊണ്ടാണ് നമ്മുടെ പാർട്ടിയുടെ നേതാവ് മാണി സാർ എന്ന പടിയിറങ്ങുന്നത് UDFിൽ നിന്നും. അതിനുശേഷം വീണ്ടും കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള അന്നത്തെ ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ള ഹസൻ ഉൾപ്പെടെയുള്ള വലിയ നേതാക്കളെല്ലാം പാലായി വന്ന മാണി സാറിനെ കാണുകയും കണ്ട് കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങൾ സംരക്ഷിക്കുമെന്നുള്ള വാഗ്ദാനമെല്ലാം നൽകിയതിനു ശേഷം അല്ലേ വീണ്ടും അതിനകത്ത് ചെന്നത്. അതിനുശേഷം ഒരു ചെറിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഒരു പദവിയെ മുറുക്ക പിടിച്ചുകൊണ്ട് EJ ജോസഫും കൂട്ടരും പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് തെറ്റായ ധാരണകൾ അവരെ പ്രചരിപ്പിച്ചിരുന്നു. അവരാണ് സ്വാധീനം, കേരള കോൺഗ്രസും പോയാൽ ഒരു കുഴപ്പമില്ലെന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് അതിൽ നിന്ന് തെറ്റായ ഒരു തീരുമാനം കോൺഗ്രസ് എടുത്തതിന് നമ്മൾ ഉത്തരവാദികളാണോ? അങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞ് ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കി ഞാനൊരു സത്യം തുറന്നു പറയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പല കോൺഗ്രസ് നേതാക്കളുടെ ഉള്ളിരിപ്പ് മോശമായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ ശ്രീ കരുണാകരൻ കോൺഗ്രസിൽ നിന്ന് തെറ്റി മുന്നേ പാർട്ടി ഉണ്ടാക്കി, DIC ഉണ്ടാക്കി ഇടതുപക്ഷ മുന്നിൽ പ്രവേശിക്കാൻ വന്നപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളൊന്നും കരുണാകരനെ എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം അന്ന് DIC LDFിലെ പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരുമിച്ച് ധാരണയിൽ മത്സരിച്ചു. അത് കഴിഞ്ഞ് വന്ന അസംബ്ലി ഇലക്ഷനിലേക്ക് LDFിന് ചില പ്രത്യേക സാഹചര്യത്തിൽ എടുക്കാൻ കഴിഞ്ഞില്ല. ആ സ്ഥിതിയാകും കേരള കോൺഗ്രസ് എന്ന് കരുതി എന്ന് കണ്ടുകൊണ്ട് കേരള കോൺഗ്രസിനെ കേരളത്തെ ഇല്ലായ്മ ചെയ്യാൻ UDF ഉണ്ടാക്കാൻ വർഷങ്ങളോളം KM മാണി സാർ നേതൃത്വം കൊടുത്ത ആളാണ്. അത്ര പ്രധാനപ്പെട്ട ഒരാളെ ഒരു മനസാക്ഷിയുമില്ലാതെ പുറത്താക്കിക്കൊണ്ട് ഒരു രാഷ്ട്രീയ തീരുമാനം കൈക്കൊണ്ടപ്പോൾ അതിനുണ്ടായ ജാള്യത മറക്കാൻ വേണ്ടിയാണ് തെറ്റായ കാര്യങ്ങൾ. അവരൊരു കാര്യം തന്നെ തെളിയിട്ടുണ്ട്. എന്താണ്? 30 വെള്ളിക്കാശ് ഒറ്റിക്കൊടുത്ത് ആരെ ഒറ്റിക്കൊടുത്തത് എന്താ പറഞ്ഞേ? ഞങ്ങൾ ഇടതുപക്ഷ മുന്നിൽ പോയാൽ കോൺഗ്രസ് പറയാൻ എന്ത് ധാർമ്മികമായ അവകാശം? കോൺഗ്രസിനകത്തെ എല്ലാ ഗ്രൂപ്പുകളും LDF പോയിട്ടില്ലേ? 80-ൽ ഞങ്ങൾ നയനാരി മുഖ്യമന്ത്രിയായിട്ടും മാണി സാർ നിറയാനുബന്ധമായി കേരള കോൺഗ്രസ് LDF വന്നപ്പോൾ അന്ന് കോൺഗ്രസ് ഉണ്ട്. അതിനുശേഷം പിന്നീട് വന്ന് DIC വന്ന് LDF വന്നിട്ടാണ് പഞ്ചായത്തിൽ മത്സരിക്കുന്നത്. അപ്പൊ കോൺഗ്രസ് അത് യോഗ്യത പറയാൻ ആരാ ഉള്ളത്? അവരെല്ലാം LDF പോയിട്ടുള്ളവരല്ലേ? പിന്നെന്താ ഞങ്ങൾ LDF പോയി കുറ്റം പറഞ്ഞ് ഞങ്ങളെ പുറത്താക്കിയതിനു ശേഷം ഞങ്ങൾക്ക് പിന്നെ ഒരു നിലനിൽപ്പ് വേണ്ടേ? അത് ന്യായമായ തീരുമാനം എടുത്തപ്പോൾ കോൺഗ്രസ് വ്യാപകമായ പ്രചരണം എടുത്തിരിക്കാൻ നമ്മളങ്ങ് പോയി എന്തെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്? ഞങ്ങൾക്ക് അതുപോലെ എഴുതാൻ അറിയാൻ ഞങ്ങളുടെ ലേഖനം നിങ്ങൾ പറഞ്ഞല്ലോ. ഞങ്ങളുടെ ലേഖനം നിങ്ങളൊന്ന് വായിച്ചു നോക്കി. എത്ര മാന്യമായ ഭാഷയാണ് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനത്തിന്റെ, ദീർഘനാൾ ഇന്ത്യയും കേരളവും ഭരിച്ച കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനത്തിന്റെ ഒരു മുഖപ്രസംഗം നിങ്ങൾ വായിച്ചു നോക്കിയാൽ എത്ര മഞ്ഞപ്പത്രം പോലെ തരംതാണ് പോയില്ലേ? ഇങ്ങനെ എഴുതാൻ പാടുണ്ടോ? രാഷ്ട്രീയ സംസ്കാരം കാണിക്കണ്ടേ?
ഒരു മാന്യത ഏത് രാഷ്ട്രീയത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിൽ പൊതുവെ ഒരു മാന്യത വേണ്ടേ? ആ മാന്യത കൈവിട്ടുള്ള സംസാരമല്ലേ അവർ എഴുതിയിരിക്കുന്നത്? എന്ത് അടിസ്ഥാനമാണുള്ളത്? ഊടിയവനെ വഞ്ചിച്ച് ആര് വഞ്ചിച്ചു? എന്താ സത്യം? അവരുടെ അതിമോഹം കൊണ്ടും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനൊരു കാര്യം, അവിടെ തിരുവനന്തപുരത്ത് എഴുതി വെച്ചതല്ലേ മുഖ്യമന്ത്രി ആകാനും മന്ത്രിമാരുടെ പേരും 14 ജില്ലയിൽ കളക്ടർ ആകേണ്ട പേര് പോലും അവിടെ എഴുതി വെച്ചല്ലോ. അവർ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ് ആ പ്രതീക്ഷ കേരള കോൺഗ്രസിനെ കളഞ്ഞാലും അവർ അധികാരത്തിൽ വരും ധരിച്ച് അങ്ങനെ ഒറ്റയ്ക്കങ്ങോട്ട് ഭരിക്കാനുള്ള അതിമോഹവും അധികാരമോഹവുമാണ് ഈ നിലപാടെടുക്കാൻ UDF-നെ പ്രേരിപ്പിച്ചതും കോൺഗ്രസിനെ പ്രേരിപ്പിച്ചതും. എന്നിട്ട് ഇത്ര ലേഖനം എഴുതിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ മര്യാദ കണ്ടങ്ങേറ്റ. ഇതിനൊക്കെ മറുപടി എഴുതിയാൽ ഞങ്ങളുടെ സംസ്കാരത്തിന് യോജിച്ചതല്ലാത്തതുകൊണ്ടാണ് ആ നിലയിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യാത്തത്. പക്ഷേ ഞങ്ങൾ മാന്യമായ മറുപടി അത് പിന്നെ നമ്മുടെ മുഖപത്രം പ്രതിച്ഛായ പത്രം എഴുതിയിട്ടുണ്ട്. ഞാൻ കേരള കോൺഗ്രസ് നേതാക്കളെന്ന് പറഞ്ഞില്ല, അത് അവരുടെ പത്രത്തിന് ധർമ്മം, പത്രത്തിന് സ്വാതന്ത്ര്യം വെച്ച് അവർ എഴുതിയെന്ന് പോലെ അസാധ്യമാണ്. ഇതാണ്. അപ്പൊ ഈ നിലയിൽ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിന്റെ ഗതി ഇന്ന് എന്താണ്? ഈ നിലപാട് കൊണ്ടല്ലേ ഇന്ത്യയിലും മറ്റുമൊക്കെ ഈ സ്ഥിതിയായത്, കേരളത്തിൽ ഈ സ്ഥിതിയായത്? എന്താ സ്ഥിതി? ശ്രീ സ്റ്റീഫൻ ജോർജ്, ഈ കോട്ടയത്തെ കോൺഗ്രസ് നേതാക്കന്മാരാണോ അതല്ല ഈ സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരാണോ കേരള കോൺഗ്രസ് മാണിക്കെതിരായിട്ടുള്ള ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത്? ഇപ്പോൾ പാലാ നഗരസഭയെ സംബന്ധിച്ചുള്ള തർക്കത്തിൻ്റെ പേരിൽ, ഒരു നിസാര തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ പേരിലുള്ള ഒരു തർക്കത്തിൻ്റെ പേരിലാണ് നിങ്ങളെ UDF യോഗത്തിൽ പങ്കെടുപ്പിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അത് കോട്ടയത്തെ നേതാക്കന്മാരാണോ? കോട്ടയം ജില്ലാ പഞ്ചായത്ത്. ക്ഷമിക്കണം, കോട്ടയം ജില്ലാ പഞ്ചായത്ത്. അതെ, അത് നിസ്സാര കാര്യമല്ലേ? കേരള കോൺഗ്രസ് അവകാശപ്പെട്ടതല്ലേ കോട്ടയം ജില്ല? അത് ഇപ്പോഴെങ്കിലും അവർ കോൺഗ്രസ് ബോധ്യപ്പെടണ്ടേ? കാരണം ഞങ്ങളെ മുന്നണിയിലോട്ട് വിട്ടതിന് ശേഷം ഉണ്ടായ തെരഞ്ഞെടുപ്പിലുണ്ടായ റിസൾട്ട് കോൺഗ്രസ് വായിച്ച് പഠിക്കട്ടെ. എന്താണ്? എല്ലാ കാലത്തും കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകൾ, ആ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഒക്കെ UDF ഭരിച്ചിരുന്ന സമയത്ത് ഞങ്ങളെ പുറത്താക്കിയതിനു ശേഷം വന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നിങ്ങൾ കണ്ടോ? അത് കോൺഗ്രസ് കാണട്ടെ. കോൺഗ്രസിന്റെ പിള്ളേരെ അവർ വായിച്ച് പഠിപ്പിക്കട്ടെ. എന്താണ് ഇപ്പോ യഥാർത്ഥത്തിൽ അന്ന് ഞങ്ങൾ UDF-ൽ നിൽക്കുമ്പോൾ ജില്ലാ പഞ്ചായത്ത് കോട്ടയത്ത് 7 എണ്ണമാണ് LDF-നുള്ളത്. ആ 7 എണ്ണം ഇന്ന് UDF-നുള്ളൂ. മുഴുവൻ നമ്മൾ ഭരിക്കുകയാണ്. അതെ, LDF ഭരിക്കുകയാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്ത്, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത്, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് എല്ലാം ഭരിക്കുന്നു. 11 ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ടായിരുന്നതിൽ 10 ബ്ലോക്ക് പഞ്ചായത്ത് UDF ഭരിച്ചു. ഞങ്ങൾ UDF നിൽക്കുമ്പോൾ ഇപ്പൊ 10ഉം LDF ഭരിക്കുന്നത്. 51 ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ഇപ്പൊ LDF. നേരത്തെ 49 ഗ്രാമപഞ്ചായത്ത് UDF ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ കേരള കോൺഗ്രസിന്റെ ഒരു ജനങ്ങളുടെ അടുത്തുള്ള ഒരു ബന്ധം അവർക്ക് മനസ്സിലായില്ലേ? അതിനുള്ള കണ്ണിക്കടിയും ബുദ്ധിമുട്ടുമാണ് അവർ കാണിക്കുന്നത്. നേരത്തെ കാണേണ്ടവര് കേരള കോൺഗ്രസിനെ പുറത്താക്കിയാൽ ഒന്നും സംഭവിക്കാതെന്ന് കാണുന്നത് നമ്മുടെ കുഴപ്പം കൊണ്ടാണോ? അപ്പൊ പഞ്ചായത്തിൽ സ്വാധീനം ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പൊ അവർക്കത് കാണാൻ കഴിഞ്ഞോ? വെറുതെ ഗ്രാമപഞ്ചായത്തിലെ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു സ്ഥാനത്തിന് വേണ്ടിയല്ലേ ഒരു മുന്നണി ഇത്ര നാളിൽ നിന്ന് മുന്നണിയെ പുറത്താക്കിയപ്പോൾ അവരുടെ ധാരണ വേറെയായിരുന്നു. ഞങ്ങൾ ആ വഴിയാധാരമാകും എന്ന് തിരിച്ചു വരുന്നതായിരുന്നു. പക്ഷേ ആ കണക്കൂട്ടിലെല്ലാം മറികടന്നുകൊണ്ട് കേരള കോൺഗ്രസിന്റെ നേതാവ് ജോസ് കെ മാണി ദീർഘവീക്ഷണത്തോടു കൂടി അങ്ങനെ പുറത്തായാൽ നമുക്ക് നിലപാട് വേണം എന്നുള്ള സ്റ്റാൻഡ് എടുത്തുകൊണ്ട് LDF-ഉമായിട്ട് സംസാരിച്ച് LDF നമ്മളെ സ്വാഗതം ചെയ്തു. ഞങ്ങൾക്ക് അക്കാര്യം സന്തോഷമുണ്ട്. LDF-ൽ നിന്ന് ഗുണകരമായ നിലപാടെടുത്തു. അതുകൊണ്ടാണല്ലോ വീണ്ടും കേരള കോൺഗ്രസിന്റെ പങ്കും വലുതാണ്. വീണ്ടും കേരളത്തിന്റെ ചരിത്രം മാറ്റി എഴുതിക്കൊണ്ട് ഒരു തുടർഭരണം കേരളത്തിൽ LDF-ന് ഉണ്ടാകാനുള്ള കാരണം കേരള കോൺഗ്രസിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ നിലയിൽ കണ്ടപ്പോൾ കോൺഗ്രസിന് ക്ഷയം സംഭവിച്ചപ്പോൾ ഉണ്ടായ ഒരു ബ്രേക്ക് ഓഫ് കോൺഷ്യൻസ് തന്നെ വീണ്ടും ഞാൻ വിളിക്കും. ഒരു മനപ്രയാസം കൊണ്ടല്ലേ ഇത്തരം അനാവശ്യങ്ങൾ എഴുതി പടച്ചു വിടുന്നത്? എന്തെല്ലാം മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. രാഷ്ട്രീയത്തിലൊരു മര്യാദ വേണ്ടേ? പൊതുപ്രവർത്തന രംഗത്തിരിക്കുന്ന എല്ലാവരും ഏത് പാർട്ടിയാണെങ്കിലും അതിനകത്തൊരു മര്യാദ കാണിക്കണം. അത് കാണിക്കാത്ത വിധത്തിലല്ലേ അവിടെ ലേഖനം എഴുതിയിരിക്കുന്നത്. അത് വായിച്ചാൽ എത്രയോ മോശമായ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. മനുഷ്യ സമൂഹത്തിന് വായിക്കാൻ കൊള്ളുന്ന വിധത്തിലാണോ ഒരു പാർട്ടിയെ കുറിച്ച്? ഞങ്ങൾക്ക് ഇത് അറിയാമല്ലോ എങ്ങനെ? ഇതിനേക്കാൾ എത്രയോ മോശമായ കാര്യങ്ങൾ കോൺഗ്രസ് ചെയ്തിരിക്കുന്നു. പഴയ കാല ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ചരിത്ര രേഖകളല്ല, അതൊന്നും നമ്മൾ എഴുതാത്തെന്താ? നമ്മുടെ രാഷ്ട്രീയ മാന്യത. അതാണ് എൻ്റെ. ആ മാന്യത കാണിക്കാൻ ഇനിയും കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ ഇനിയും ഒറ്റപ്പെടും എന്നാ എനിക്ക് കോൺഗ്രസ് നേതാക്കളോട് പറയാനുള്ളത്. എന്നിട്ടിപ്പം പ്രതിപക്ഷ നേതാവെല്ലാം കൈവഞ്ഞാൽ മതിയോ? അവരുടെ മുഖപത്രത്തിൽ എഴുതി വെച്ചിരിക്കുക വളരെ മോശമായി. അതാണ്, അതൊന്നും ശരിയായ രീതിയല്ല. അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇടതുപക്ഷം കേരള കോൺഗ്രസ് മാണിക്ക് വേണ്ടി ഒരിക്കലും കതക് തുറക്കില്ല എന്നൊരു അമിത പ്രതീക്ഷ UDF വെച്ച് പുലർത്തി എന്നാണ് താങ്കൾ പറയുന്നത്. അതുകൊണ്ടാണല്ലോ അത് കോൺഗ്രസിനകത്തെ അടക്കം പറച്ചിലായിരുന്നു. ഞാൻ പറഞ്ഞ വെറുതെ ഒന്നും അല്ല. എനിക്കറിയാം കോൺഗ്രസിനകത്ത് പല നേതാക്കളുടെ അടക്കം പറച്ചിൽ അതായിരുന്നു. അങ്ങനെ കേരള കോൺഗ്രസിനെ ഇല്ലാതാക്കാം, ആ ഭാഗത്തൂടെ കോൺഗ്രസിന് അങ്ങോട്ട് വരകാം ഉള്ള ധാരണയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ആ ധാരണയില്ല. അസ്ഥാനച്ചായന്റെ വേദനയാണ് ഈ എഴുത്തെല്ലാം എഴുതുന്നത്. മനസ്സിലായി? അതതിന്റെ കാര്യം. നന്ദി സ്റ്റീഫൻ ജോർജ്.